Hello guys, I am Adit. Welcome to White Vision. Today we are discussing about how we can edit the photo in snapseed like tutorial. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം ഈ സ്നാപ്സീഡ് നല്ല ബെസ്റ്റ് എഡിറ്ററാണെന്നുള്ളത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി വി ആർ സജസ്റ്റിംഗ് ദിസ് വീഡിയോ. ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോസൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനായിട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നാപ്സീഡ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണാം ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഐക്കൺ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമ്മുടെ ഗാലറിയിലേക്ക് പോകും. നമുക്ക് നോക്കിയാൽ ഇപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസ് ഞാൻ നോക്കാം. അതിനുശേഷം താഴത്ത് ഒരുപാട് ഐക്കണുകൾ കാണാം, ഒരുപാട് ഓപ്ഷൻസ് കാണും. പിന്നെ അതുപോലെ സ്റ്റൈൽസ്, അതുപോലെ ടൂൾസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ട്യൂൺ ഇമേജ്, ഡീറ്റെയിൽ, അങ്ങനെ ഒരുപാട് കാണും. അപ്പോൾ നമുക്ക് ട്യൂൺ ഇമേജ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ട്യൂൺ ഇമേജിൽ നമുക്ക് ബ്രൈറ്റ്നെസ്, അതുപോലെ മുകളിൽ നിന്ന് അടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ആംബിയൻസ്, ഹൈലൈറ്റ്, ഷാഡോ, വാംത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണും. അത് നമ്മൾ മാറ്റി ഒന്നില്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസിന് അനുയോജ്യമായ ഒരു നിങ്ങൾക്ക് തോന്നുന്നൊരു മോഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായതുകൊണ്ട് അതിനനുസരിച്ച് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനും അതുപോലെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ആംബിയൻസ് ആണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ ചെയ്ത് ഇവിടെ നിർത്തുന്നു. അതുപോലെ ടൂൾസിലൊന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം സെലക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലസ് ചിഹ്നത്തിൽ അടിയിലൊരു ബട്ടൺ കാണാം. അത് നമ്മൾ സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ് കളറിൽ വരാം. അത് നമുക്ക് വലുതാക്കാം ചെറുതാക്കാം കണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാം. സൂം ചെയ്തുകൊണ്ട് അവിടുത്തെ ക്ലാരിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഐക്കണാണത്. ഇപ്പോൾ ഞാൻ അവിടെ ഒരു സാച്ചുറേഷൻ ചെയ്യാൻ പോവാണ്. സാച്ചുറേഷൻ പതുക്കെ അവിടെ കൂട്ടുമ്പോൾ അവിടുത്തെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വരുന്നത് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുത്തെ ആ ഭാഗത്തെ ഇലകളും അതുപോലെ പച്ചപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കൂടിയതുപോലെ. നമുക്ക് ഈ ഒരു സാധാരണ ഒരു ഫോണിലെടുക്കുന്ന ഫോട്ടോസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു DSLR മോഡ് അത്രയ്ക്ക് എത്തില്ലെങ്കിലും ഒരു പക്ഷേ കാണുന്നവർക്ക് അങ്ങനെ തോന്നുമായിരിക്കും. ചെറുതായിട്ടൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ മുഖത്തെ പിമ്പിൾസും ചെറിയ ഡാർക്ക് ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാനും അതുപോലെ നല്ലൊരു ആപ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, നിങ്ങൾക്കറിയാം ഒരുപാട് വ്യത്യാസം വന്നു നമ്മുടെ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിനേക്കാളും. പിന്നെ ഇതിൽ ഫിൽറ്റർ സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫൈൻ, നേച്ചർ, ഫോട്ടോ അതുപോലെ കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ വാട്ടർ കളർ ഷെയ്ഡ് ഇതുപോലെയൊക്കെ കാണാൻ പറ്റും അയല്. സോ ആ ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം കാണിച്ചു തരാം 2 ഫോട്ടോസ് നമ്മൾ വ്യത്യാസം, അതായത് എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോയും എഡിറ്റ് ചെയ്ത ഫോട്ടോ. അതിന് ശേഷം എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് സേവ് ആവുന്നതാണ് ഗാലറിയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോയും എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോയും ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇഷ്ടം കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. ഓക്കെ.